നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ സൈന്യം പുറത്തുവിട്ടൊരു പ്രസ്താവനയുണ്ട്. അതായത് മധ്യപൂർവേഷ്യയിൽ, അതായത് മിഡിൽ ഈസ്റ്റ് ആ ഒരു മേഖലയിൽ ഏകദേശം 14ഓളം US വ്യോമതാവളങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നാണ്. ഇറാൻ പറയുന്നത് 100ലേറെ അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതായത് ഇറാൻ പറയുന്നത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തതിനുള്ള മറുപടിയാണിത് എന്നാണ് ഇറാൻ ഈ ഒരു കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതായത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒരു സംയുക്ത ആക്രമണത്തിലുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഈ ഒരു വാർത്തയോട്, അതായത് ഇറാൻ്റെ ഈ ഒരു അവകാശവാദത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണവും ഇതുവരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇറാന്റെ തന്നെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് ആരാക്ചി UN സുരക്ഷാ കൗൺസിലിലും സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗ്ലുട്ടറസിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് സ്വയം പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു അവകാശം അത് ഇറാനുണ്ട്. അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഇറാൻ ഹൊർമൂസ് കടലിടുക്ക് അടച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലോകത്തെ തന്നെ എണ്ണ ഗതാഗതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു മാർഗമാണ് ഈ ഹൊർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അത് അടയ്ക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയ രീതിയിൽ തന്നെ മിക്ക രാജ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് ആഗോള എണ്ണ വിലയിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്ന് വെച്ചാൽ, അമേരിക്ക ഇറാന്റെ ഈ ഒരു വാദങ്ങൾ അത് സ്ഥിരീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. ഇറാൻ കൂടുതൽ തിരിച്ചടിക്ക് മുതിരുമോ എന്നുള്ളതും, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിക്കുമോ എന്നുള്ളതും എല്ലാം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഒരു വാർത്ത എന്ന് പറയുന്നത്, അമേരിക്കൻ എയർഫോഴ്സിൻ്റെ F-15 യുദ്ധവിമാനം ഇപ്പോൾ കുവൈറ്റിൽ തകർന്നു വീണു എന്ന രീതിയിലും ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ഇറാനും അമേരിക്കയും ഇസ്രയേലുമായിട്ടുള്ള ഈ ഒരു സംഘർഷം അത് 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതായത് F-15 ഫൈറ്റർ ജെറ്റ് തകർന്നു വീണു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരം ചിത്രങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളും എല്ലാം തന്നെ ഇപ്പോൾ വ്യാപകമായി തന്നെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന F-15 പറത്തിയിരുന്ന ആ പൈലറ്റ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇജക്റ്റ് ചെയ്തുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിലും ഔദ്യോഗികമായി ആരും ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ല. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണത് മിൻ അൽ അഹമ്മദി റിഫൈനറി പ്രദേശത്തിന് സമീപമാണ്. ഈ ഒരു റിഫൈനറി എന്ന് പറയുന്നത് കുവൈറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെട്രോളിയം കേന്ദ്രങ്ങളിൽ ഒന്നാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2 തൊഴിലാളികൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. മറ്റൊരു വാർത്ത വരുന്നത് USS എബ്രഹാം ലിങ്കൺ, അതായത് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് 4 ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് USS എബ്രഹാം ലിങ്കണെ ഇറാൻ ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അമേരിക്ക ഇത്തരം വാദങ്ങളെ, അതായത് ഇറാന്റെ ഇത്തരം വാദങ്ങളെ അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണിപ്പോൾ. എന്നാൽ ബ്രിട്ടന്റെ സമുദ്ര സുരക്ഷാ ഏജൻസി സ്ട്രെയ്റ്റ് ഓഫ് ഹൊർമൂസ് മേഖലയിൽ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒമാൻ തീരത്തും മറ്റൊന്ന് UAE തീരത്തുമാണ്. എന്നാൽ അമേരിക്ക പറയുന്നത് ഇങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ഈ ഒരു സംഭവത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സംഘർഷം അത് കൂടുതൽ മേഖലയിലേക്ക് പടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സൈപ്രസിലേക്ക് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതായത് സൈപ്രസിലുള്ള ബ്രിട്ടീഷ് ബേസുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സൈപ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാപ്പിൽ കാണുന്നത് പോലെ ചെറിയൊരു രാജ്യമാണ്. എന്നാൽ ഇവിടെ ബ്രിട്ടന് വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യമുണ്ട്. ആയിരക്കണക്കിന് ബ്രിട്ടീഷ് സൈനികരാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മിസൈലുകൾ വന്നിട്ടുണ്ട്, എന്നാൽ അത് ബ്രിട്ടനെ ലക്ഷ്യമിട്ടുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതിലൊരു വ്യക്തത ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമായി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാരണമുണ്ട്, അതായത്
ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ കൂടുതലായിട്ടും ലക്ഷ്യം വെക്കുന്നത് അമേരിക്കൻ ബേസുകളെയാണ് എന്നാണ്. അതിനിടെ അമേരിക്കയുടെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. ട്രംപ് പറയുന്നത്, ഇറാനിലെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഭരണകൂട മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക എന്നാണ്. അതായത് ഇപ്പോഴുള്ള ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഭരണകൂടം വരണമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ ഭരണകൂടം മറ്റൊരു രാജ്യത്തെ ഭരണകൂടം മാറണമെന്ന രീതിയിൽ ആ രാജ്യത്തെ ജനങ്ങളോട് ഒരു പ്രസ്താവന ഇറക്കുകയാണ്.